നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. ഇത് പ്രഭാത സന്ദേശം. ഏതു സമയവും നമുക്ക് ദൈവത്തിലേക്ക് അടുത്തു ചെല്ലുവാനും ദൈവത്തോട് നമ്മുടെ അഭയാചന ചെയ്യുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന പരമപ്രധാനമായിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം ആ വിഷയത്തിലുണ്ട്. എബ്രായ ലേഖനത്തിൽ പൗലോസ്ലീഹ 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പഴയ നിയമകാലത്ത് ന്യായപ്രമാണമനുസരിച്ച് മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിനടുത്തിലേക്ക് ചെല്ലുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പൗലോസ്ലീഹ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, കരുണ ലഭിപ്പാൻ, സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനൊക്കെ നമുക്ക് ധൈര്യത്തോടെ ആ കൃപാസനമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് നോക്കുവാൻ, ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ദൈവത്തോട് അഭയാചന ചെയ്യുവാൻ യാതൊരു ഭയവും വേണ്ട, പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലാമെന്ന് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. കാൽവരി ക്രൂശിൽ യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ, തൻ്റെ ഉയർപ്പിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ഏത് സമയവും ദൈവത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. നമ്മളിങ്ങനെ വായിക്കുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവർ നടുവിൽ ഞാൻ ഉണ്ട് എന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ്. 2 കാര്യങ്ങൾ പ്രധാനമായി പറയുന്നു. കരുണ ലഭിക്കണമെങ്കിൽ, സഹായത്തിനുള്ള കൃപ പ്രാപിക്കണമെങ്കിൽ യാതൊരു ഭയവും കൂടാതെ, ഭീരുത്വവും കൂടാതെ, ഒരു മടിയും കൂടാതെ ഏത് സമയവും ആ കൃപാസനത്തിലേക്ക് ദൈവത്തെങ്കിലേക്ക് അടുത്തു ചെന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ, പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന ഒരു ദൈവകരമുണ്ട്, ഒരു ദൈവ സാന്നിധ്യമുണ്ട് എന്ന് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്, അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്കടുത്ത് ചെല്ലാം. നമ്മുടെ വിഷയങ്ങൾ ഒരു വ്യക്തിയോട്, നമ്മുടെ കൂട്ടുകാരനോട്, നാം ഏറെ സ്നേഹിക്കുന്ന, കരുതുന്ന, ആത്മാർത്ഥതയോടെ നാം പെരുമാറുന്ന ഒരു വ്യക്തിയോട് പറയുന്നത് പോലെ, ഷെയർ ചെയ്യുന്നത് പോലെ, അതിനപ്പുറത്തായി ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ തുറന്നു പറയുവാൻ, ഏറ്റുപറയുവാൻ, ആമേ കണ്ണുനീരൊഴുക്കുവാൻ, നിലവിളിക്കുവാൻ, അഭയാചന ചെയ്യുവാൻ, യാചിക്കുവാനൊക്കെ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. യാതൊരു വിധത്തിലും അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ധൈര്യത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാമെന്ന് അപ്പോസ്തലൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് നമുക്ക് കരുണ പ്രാപിക്കണമെങ്കിൽ ലോകത്തിൽ ഒരുത്തൻ്റെ മുന്നിലും, ലോകത്തിൽ ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി നിൽക്കണ്ട. കൃപ പ്രാപിക്കണമെങ്കിൽ, സഹായത്തിനുള്ള കൃപ പ്രാപിക്കണമെങ്കിൽ, സഹായം പ്രാപിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തോട്, ദൈവസന്നിധി നമുക്ക് അടുത്ത് ചെല്ലാം. ഏത് സമയവും നമുക്ക് അടുത്ത് ചെല്ലുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കാൽവരി മരക്കുരിശിനാൽ, ക്രൂശ് മരണത്താൽ നമുക്ക് ലഭിച്ചത് ഏറെ അഭിമാനത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ആകയാൽ നമുക്ക് കരുണ ലഭിപ്പാൻ അടുത്ത് ചെല്ലാം, സഹായത്തിൽ കൃപ പ്രാപിപ്പാൻ അടുത്ത് ചെല്ലാം. ദൈവം